ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തെങ്കിൽ ഇപ്രകാരം പ്രഭാത ജാഗരണത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ദൈവവചനം ന്യായവിധിയുടെ മാനദണ്ഡം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തെങ്കിൽ ഇപ്രകാരം ചിന്തിക്കുന്നത് കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എൻ്റെ സഭാപ്രസംഗി പുസ്തകത്തിൽ 12-ാം അധ്യായം 14-ാം വാക്യമാണ് മനഃപ്പാഠവാക്യമായിട്ട് ചിന്തിക്കേണ്ട കാണുള്ളത്. ഇപ്രകാരം വായിക്കപ്പെടുന്നു: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ എന്ന സഭാപ്രസംഗിയുടെ ശ്രേഷ്ഠകരമായൊരു അനുഭവമാണ് അവിടെ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ബൈബിൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും മനുഷ്യനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമാണ്. അതൊരു വഴികാട്ടിയാണ്. തീർച്ചയായിട്ടും അതിൽ അനുദിനവും നാം ധ്യാനിക്കുന്നതിലൂടെയും ചിന്തിക്കുന്നതിലൂടെയും അത് നിത്യജീവനിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുന്ന ശ്രേഷ്ഠകരമായ ഒരു വഴികാട്ടിയാണ്. അത് നന്മയും തിന്മയും തമ്മിലുള്ളതായ വ്യത്യാസത്തെ എന്ത് ചെയ്യുന്നു? വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. അതൊരു മാർഗനിർദ്ദേശിയാണ് നമ്മുടെ ജീവിത യാത്രയെങ്കിൽ. അപ്പോൾ എത്രത്തോളം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വേദപുസ്തകത്തിലെ അനുഭവങ്ങളെ നാം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമെന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്രകാരം അനുദിനവും നാം ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി നിൽക്കുന്നതായ അനുഭവം കൈവരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂ പ്രയാണത്തിങ്കിൽ പകലിൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിതൂണും വായിലാകെ ദൈവം അവരെ നടത്തിയതുപോലെ ഈ മരുഭൂ യാത്രയെങ്കിലും അനുദിനവും വേദപുസ്തകത്തെ നാം ധ്യാനിക്കുകയും പഠിക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അപ്രകാരമുള്ളതായ ദൈവത്തിൻ്റെ ഒരു വലിയ കവചം തന്നെ നമ്മിലുണ്ടാകുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആയതിനാൽ അത് ഒരു ന്യായം വിധിക്കുന്ന അനുഭവത്തിങ്കിലേക്കും ഈ വേദപുസ്തകത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ വഴി നടത്തുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കണം. അതുകൊണ്ട് അതിൽ നാം ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന് ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണം? നാം മറ്റുള്ളവർക്ക് ചെയ്യണം. നമുക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നത് തന്നെ എന്ത് ചെയ്യണം? നാം മറ്റുള്ളവരോട് ചെയ്യുമ്പോഴാണ് അത് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നത്. ദൈവം ഏത് പുരുഷനെയും സ്ത്രീയെയും അവരുടെ ദൈനംദിന ജീവിതങ്ങളെ എന്ത് ചെയ്യുന്നു? പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിയുടെ അനുഭവത്തെങ്കിൽ മനുഷ്യൻ്റെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ ജീവിത രീതികൾ, അവർ മറ്റുള്ളവരോടായിരിക്കുന്ന അനുഭവം, ഇതൊക്കെയും എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തുന്നു എന്ന് വചനം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതചര്യയെങ്കിൽ എപ്രകാരം നാം ദൈവത്തിൻ്റെ വചനത്തോട് നാം കൂറു പുലർത്തുന്നവരെ കാണപ്പെടുന്നു, അങ്ങനെ ആ പുസ്തകത്തിന്മേലുള്ളതായ ജീവൻ്റെ പുസ്തകമായ ഈ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നതായ സത്യങ്ങളെ നാം അതിനെ മുറുകെ പിടിക്കുമ്പോൾ അതെന്ത് ചെയ്യും? നമ്മിൽ നിന്ന് അത് മറ്റുള്ളവർക്കത് കാണുവാനും അറിയുവാനും തക്കവണ്ണം ഇടയാകും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ സൂചിപ്പിക്കുന്നത്, ഈ സ്വത്തുക്കൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതയാത്രയെങ്കിൽ ദൈനംദിനം എന്ത് ചെയ്യുന്നു? നിലനിന്ന് പോകേണ്ടതായ കാര്യങ്ങളെ മാത്രമേ എന്ത് ചെയ്യൂ? നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. ആയതിനാൽ നമ്മുടെ കണ്ണിനെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ പാപത്തിലേക്ക് വലിക്കപ്പെടുന്നതായ ഒരു വിഷയങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ നമ്മുടെ കാല് ചലിക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ നാം സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇവിടെ പറയുന്നു. അപ്പോൾ തിരുവചനത്തിൻ്റെ ധ്യാനത്തിലൂടെയും ആ തിരുവചനത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയിലൂടെയും എന്ത് ചെയ്യുന്നു? ആ ന്യായവിധിയുടെ അനുഭവത്തിലേക്ക് നാം അവിടെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഇതിനാൽ ഒരു ഭാഗം ഞാൻ ഇപ്രകാരം വായിക്കുകയാണ്: ഈ ഭൂമിയിൽ ഏത് കോടീശ്വരനായ ഒരു വ്യക്തിയാണെങ്കിലും ഒരു യാചകനാണെങ്കിലും ന്യായവിധിയുടെ മുമ്പിൽ അവർ തമ്മിൽ വ്യത്യാസം വരുന്നില്ല. കടുത്ത ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിരീടമണിഞ്ഞ ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ വാക്യമാണ്. കടും ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും പ്രതികൂലത്തിൻ്റെ അവസ്ഥയെങ്കിലും ആ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിരീടം ധരിക്കുക എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ഇതിന് മറുവശമുണ്ട്. ലോകത്തുള്ളതായ സകല ഐശ്വര്യങ്ങളും നമുക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നമ്മളില്ല എങ്കിൽ അത് വിഫലമാണ് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നാമൊക്കെയും ഒരു ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര ക്രിയാത്മകമായി അതിനെ നാം പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വേദപുസ്തകം പറയുകയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം ന്യായവിധിയുടെ ഒരു മാനദണ്ഡമായി നിലനിൽക്കുന്നതിനാൽ അതിലടങ്ങിയിരിക്കുന്നതായ മർമ്മങ്ങളെ നാം ഗ്രഹിക്കുകയും പഠിക്കുകയും മാത്രമല്ല അതിനെ പ്രാവർത്തികമാക്കുകയും മറ്റനേകർക്ക്
അത് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിങ്കിലേക്ക് നമ്മുടെ ജീവിതചര്യകളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെങ്കിൽ ആ ജാഗരണം മൂലം ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വലിയ വാക്കിൽ നിന്ന് വിരമിച്ചു കൊള്ളുകയാണ്. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇപ്രകാരം ഈ പ്രഭാതത്തിങ്കിൽ, ഈ പ്രഭാത ജാഗരണത്തിങ്കിൽ ദൈവത്തിൻ്റെ വചനം ന്യായവിധിയുടെ മാനദണ്ഡം എന്നൊരു വിഷയത്തെക്കുറിച്ച് അങ്ങ് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങളിപ്പോൾ വായിച്ചു, ഈ ഭൂമിയിലുള്ളതായ സകല അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞങ്ങളില്ല എങ്കിൽ അത് വെറും ശൂന്യമാണെന്നും, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിലും ഞങ്ങളുടെ ഇല്ലായ്മയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ അത് എത്ര പ്രത്യാശയുടെ അനുഭവമാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഈ കേട്ടതായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ വചനത്തിൽ നിൽക്കുവാൻ ഞങ്ങളേവരെയും അവിടുന്ന് അതിനായി ഒരുക്കണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.